അലിയും അലീനയും ചേർന്ന് റീത്തയ്ക്ക് എതിരെ പോരാടുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സ്റ്റാൻലി പലതവണയായിട്ട് അലീനയോട് പറയുന്നുണ്ടല്ലോ, എല്ലാത്തിനും കാരണക്കാരി റീത്തയാണെന്ന്. തൻ്റെ ജീവിതവും തൻ്റെ ജീവിത പ്രശ്നങ്ങളും തന്നെ ഈ നിലയ്ക്കാക്കിയതും റീത്തയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് മക്കളും ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണെന്നും അധികം വൈകാതെ തന്നെ അലീനയോട് പറയുകയാണ് സ്റ്റാൻലി. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ പറയുന്നുണ്ട്, പപ്പയുടെ ആഗ്രഹം നമുക്ക് നടത്തിയെടുക്കാം. പക്ഷേ ആ പ്രധാന തടസ്സമായ റീത്തയെ വഴിയിൽ നിന്നും നീക്കിയേ മതിയാവുകയുള്ളൂ. അവരുടെ ചതികൾ എന്തെങ്കിലും പപ്പയ്ക്കറിയാമോ എന്ന് ചോദിക്കുന്നു. അതായത് പപ്പയുടെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, റീത്താമ്മയുടെ ചതികളെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവും കാര്യങ്ങളും ഒക്കെ വേണം. അത് പപ്പയുടെ കൈകളിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാൻലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പണത്തിനോടൊക്കെ ഒരുപാട് ആർത്തിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. മാസം അയച്ചു കൊടുക്കുന്ന പണമൊക്കെ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചെയ്യലൊക്കെ, ഒരു അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ നമുക്ക് പിടികിട്ടും, മനസ്സിലാകുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ അലീന ആ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ ഒരുങ്ങി നിൽക്കുകയാണ്. അന്വേഷണം നടത്തണമെങ്കിൽ ആദ്യം തന്നെ എൽസമ്മയെ കിട്ടണം, തൻ്റെ മുൻപിൽ ചോദിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണെങ്കിൽ നമ്മുടെ എൽസമ്മയുടെ വരവിനായിട്ട് അലീന കാത്തിരിക്കുകയാണ് എന്ന് കാണാം. കാരണം പപ്പയുടെ ആഗ്രഹം നടപ്പിലാക്കി കൊടുക്കണം. പപ്പയ്ക്ക് പറ്റിയിരിക്കുന്ന തകർച്ച, ഈ ജീവിതത്തിലുള്ള വലിയ വെല്ലുവിളി എല്ലാം മാറ്റി പപ്പയെ സന്തോഷവും ഉന്മേഷവുമുള്ള ഒരു പപ്പയാക്കി മാറ്റണമെന്നുള്ളൊരു ചിന്ത അലീനയുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്താണെങ്കിൽ തൻ്റെ പേരിൽ സ്വത്ത് എഴുതി വയ്ക്കാൻ പോവാണെന്ന് പറയും പപ്പ. വെറുതെ ആരോടെങ്കിലും, അതായത് ഈ പൗലോസേട്ടനോട് പറഞ്ഞാൽ മതി. പൗലോസേട്ടന് തന്നോട് ശത്രുതയുള്ളത് കൊണ്ട് തന്നെ അവർ വിളിച്ച് പറഞ്ഞോളുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മോളെ, ഞാൻ നിനക്ക് സ്വത്തൊക്കെ തരാനായിട്ട് പോവാണെന്ന് സ്റ്റാൻലി അവിടെ നിന്ന് അലീനയോട് പറയുമ്പോൾ അത് കേൾക്കുന്ന പൗലോസും ഡ്രൈവറാണെങ്കിൽ വേഗം തന്നെ ആഞ്ഞിലമറ്റം തറവാട്ടിലേക്ക് വിളിച്ചിട്ട് കാര്യം പറയുകയാണ് റീത്തയുടെ അടുത്ത്. അതായത്, റീത്ത ചേച്ചി, ആ പെണ്ണിൻ്റെ പേരിൽ സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനായിട്ട് പോവാണ് കേണൽ സാബ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സാബിൻ്റെ മക്കൾക്കും കൂടാതെ തന്നെ ഭാര്യയ്ക്കും ഒന്നും കിട്ടുകയൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇപ്പം തന്നെ ഭരണം അവളുടെ കയ്യിലാണ് എന്നും കൂട്ടിച്ചേർക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം അലീന കേൾക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ പപ്പയോട് പറയുന്നുണ്ട്, നമ്മുടെ പ്ലാൻ ഏതാണ്ട് വിജയിച്ചിട്ടുണ്ടെന്നും 90% വിജയിച്ചെന്നും ഇനി പപ്പയുടെ ഭാര്യയും റീത്താമ്മയും ഇവിടെയൊന്ന് വന്ന് കിട്ടിയാൽ മതി എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നു. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അവർ വന്നെത്തുകയാണ് എന്ന് കാണാൻ കഴിയുകയാണ് പ്രേക്ഷകരെ. അതായത്, വരുമ്പോൾ തന്നെ എൽസമ്മ റീത്തയെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പ്രകാരം ചാടിത്തുള്ളിയാണ് വരുന്നത്. എന്തിനാണ് അവൾക്ക് സ്വത്ത് കൊടുക്കുന്നത്, അവൾ ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ചാടിത്തുള്ളി വരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാൻലി എൽസമ്മയോട് പറയാണ്, നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്? നീ എന്തിനാ ഇവിടെ ചാടിത്തുള്ളി വന്നിരിക്കുന്നത്? എൻ്റെ വീടല്ലേ ഇത്, നിനക്കെന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്നു. ഇതുവരെയും
വല്ലപ്പോഴും അല്ലാതെ നിനക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലാതെ വരാത്ത നീ ഇപ്പോൾ വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത് കാണാം. സ്റ്റാൻലി, നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്ന ആ രഹസ്യമുണ്ടല്ലോ, നിങ്ങളുടെ മകളുണ്ടല്ലോ, അവളെ കാണാനും അവളെ പറഞ്ഞയക്കാനുമാണ് താൻ വന്നതെന്ന് പറയുമ്പോൾ അത് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ എൽസമ്മേ, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് നോക്കിക്കോ. നിനക്ക് പറ്റാത്ത കാര്യങ്ങൾ നീ പിടിക്കാനായിട്ട് നിൽക്കേണ്ട എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം നമ്മുടെ എൽസമ്മയും അവിടെ നിൽക്കുന്ന സമയം അലീന അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ഇതാണല്ലേ നിങ്ങളുടെ മകള് എന്ന് എൽസമ്മ പുച്ഛഭാവത്തോടെ ചോദിക്കുന്നു. എന്താണ് എൻ്റെ മക്കളും ഇവളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർക്ക് നിന്നെയും നിൻ്റെ റീത്ത എന്ന് പറയുന്ന ആ പേട്ട സഹോദരിയെയും മതി. ഇവൾക്ക് ഈ അച്ഛനെ മതി. അതുതന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നു. വഴി കിടന്നവൾക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് പോകുന്നതെങ്കിൽ കളി മാറുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം എന്തു തന്നെ മാറിയാലും എങ്ങനെ തന്നെ പോയാലും നിങ്ങളുടെ ചതിയും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. അല്ലെങ്കിൽ നീയൊന്ന് പറയ്, ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാണ് എന്നെ ഇത്രയധികം വേദനിപ്പിച്ചത്, ദുഃഖിപ്പിച്ചത്, മക്കളെ എന്നിൽ നിന്നും തട്ടിയെടുത്തത് എന്ന് ചോദിക്കുന്നു. നിൻ്റെ സഹോദരി റീത്തയാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻലി തുടങ്ങുകയാണ്. പടക്കത്തിന് തീ കൊളുത്തിയ മാതിരി ഓരോന്നായി താഴേന്നായി പൊട്ടിച്ചു തുടങ്ങുന്നു. കൂട്ടത്തിൽ അലീനയും കൂടെ പിടിക്കുന്നുണ്ട്. കൂടാതെയാണെങ്കിൽ സത്യങ്ങളൊക്കെ കേട്ട നമ്മുടെ എൽസമ്മയുടെ മനസ്സ് തകരുകയാണ്. തുടർന്ന് നിൻ്റെ സഹോദരിക്ക് അധികം വൈകാതെ തന്നെ പോലീസ് ലോക്കപ്പിലേക്ക് പോകേണ്ടി വരുമെന്നും അവിടുന്ന് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നും ഇത് ഞാനും എൻ്റെ മോളും കരുതിക്കൂട്ടി ചെയ്ത പദ്ധതിയാണെന്നും നിങ്ങളിവിടെ വന്ന് കയറിയെന്നും പോലീസ് ഇപ്പോൾ വരുമെന്നും പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പണം തട്ടിയ കുറ്റത്തിനാണ് നിൻ്റെ ചേച്ചിയെ, നിൻ്റെ സഹോദരിയായ റീത്തയെ പൂട്ടാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പോലീസ് വരികയും റീതാമ്മയെ എൽസമ്മയുടെ മുൻപിൽ നിന്നും പിടിച്ചുകൊണ്ട് പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നതും പോലീസ് ലോക്കപ്പിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നതും അത് കണ്ട് രസിക്കാനായിട്ട് അലീനയും സ്റ്റാൻലിയും എത്തുന്നതും കാണാനായിട്ട് കഴിയും.